നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ ഇങ്ങനെ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് വടക്കാഞ്ചേരി എന്നുള്ള സ്ഥലത്ത് കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ചെറുചക്കിച്ചോല എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സത്യത്തിൽ നമ്മൾ അവിടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ ഇറങ്ങിയതാണ്. പക്ഷെ അവിടെ കുറച്ച് നാളുകളായിട്ട് അടച്ചിട്ടിരിക്കുക. കാരണം അവിടെ എന്തോ ഒരു 7 മാസം മുമ്പ് അപകടം ഉണ്ടായ കാരണം അവിടെ അടച്ചിട്ടു. അപ്പോൾ തൽക്കാലം നമ്മൾ പ്ലാൻ മാറ്റിയിട്ട് നേരെ വടക്കാഞ്ചേരി റൂട്ടിൽ തന്നെ വാഴാനി ഡാമിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതുവരെ വാഴാനി ഡാമിലേക്ക് വന്നിട്ടില്ല. തൃശ്ശൂരുകാർ ഒരുവിധം എല്ലാവരും വന്നിട്ടുണ്ടാവും, ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വാഴാനി ഡാമാണ്. ഇവിടുത്തെ കാഴ്ചകൾ കാണാത്തവരുണ്ടെങ്കിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ ഞങ്ങൾ മൊത്തം 5 പേരുണ്ട് കേട്ടോ. ഞാനുണ്ട്, കിരേട്ടനുണ്ട്, മോനുണ്ട്, പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് ദീപു, അവൻ്റെ വൈഫ് കാവ്യ. അപ്പം ഞങ്ങൾ 5 പേരും കൂടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എല്ലാവരും ഫസ്റ്റ് ടൈമാണ് കേട്ടോ വാഴാനി ഡാമിലേക്ക് വരുന്നത്. അപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ കുറച്ച് നമ്മൾ അവിടെ നിന്ന് കയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 9:30 തൊട്ടിട്ട് ഇപ്പോൾ ഏകദേശം 10 മണിയായിട്ടുണ്ട്. അപ്പം രാവിലെ 9:30 തൊട്ടിട്ട് പിന്നെ വൈകിട്ട് 6 മണി വരെയാണ് കേട്ടോ ഇവിടെ സമയം. ഒരാൾക്ക് എൻട്രൻസ് ഫീ 15 രൂപയും പിന്നെ പാർക്കിംഗ് ഫീസ് 20 റുപ്പീസാണ് വരുന്നത് കേട്ടോ. ഇന്ന് നല്ല മഴയുള്ള ദിവസമായ കാരണം ഭയങ്കര ഒരു പ്രത്യേക ക്ലൈമറ്റാണ് ഇവിടുത്തെ കേട്ടോ. ഭയങ്കര ഒരുപാട് അങ്ങനെ വെളിച്ചൊന്നുമില്ല, ഒരു ഇരുട്ടായിട്ടുള്ള ക്ലൈമറ്റൊക്കെ. പിന്നെ ആരുമില്ല. നമ്മൾ നേരത്തെ ഫസ്റ്റ് ടൈം എത്തിയ കാരണം ആൾക്കാരധികം ആരുമില്ല. ഭയങ്കര പ്രൈവസി ഉണ്ട്. പിന്നെ ഭയങ്കര ശബ്ദം, അങ്ങനെ ആൾക്കൂട്ടങ്ങളൊന്നും ഇല്ലാതെ ഭയങ്കര രസമായിട്ടുണ്ട്. നല്ല മഴ വരുന്നുണ്ടോ സംശയമുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസമാണെന്ന് ഞങ്ങൾ രാവിലെ നേരത്തെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് കേട്ടോ. നമ്മുടെ പകുതി വഴിക്ക് പ്ലാൻ ഡ്രോപ്പായ കാരണം നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. മഴ മഴ ഗൈസ്, മഴ പെയ്തു ഗൈസ്. ഗൈസ് അങ്ങനെ നല്ല മഴയാണ്. അപ്പം നമ്മളിവിടെ ഒരു സ്ഥലത്ത് കയറി നിന്നൊക്കെയാണ്. ഇവിടെ കുടിവെള്ളം കുടിക്കുന്ന സ്ഥലമാണ്. അപ്പം നമ്മളിവിടെ കയറി നിന്നൊക്കെയാണ് കേട്ടോ. പുറത്ത് നല്ല മഴയത്ത് നമ്മൾ പെട്ടിരിക്കുകയാണ്. അപ്പോൾ രസമാണ് നമ്മളിങ്ങനെ മഴയത്ത് ഒരു രാവിലെയൊക്കെ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് പോരുമ്പം ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. അപ്പം മഴ മാറിയിട്ട് നമുക്ക് കുറച്ചുകൂടി കാഴ്ചകൾ എടുക്കാം. ഡാമിന്റെ ഒരു സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. മഴയത്ത് ഇങ്ങനെ ഡാം കാണാന്നുള്ളൊരു പ്രത്യേക വൈബാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ മഴയത്ത് നിന്ന് കാണുന്നത് കേട്ടോ. ഇതിപ്പോ ഒരു ഡാമിന്റെ വേറൊരു സൈഡിലേക്കാണ് നമ്മൾ വന്നേക്കണത്. ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞത് സൺഡേ ആയിട്ട് ഒരൊറ്റ മനുഷ്യന്മാരും ഇവിടെ ഇല്ല, ആരെയും കാണുന്നില്ല. ചിലപ്പോൾ മഴ ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ സമയം ആവണം, നമ്മൾ നേരത്തെ വന്നുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഭയങ്കര പ്രൈവസി ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിങ്ങനെ അത് വേറൊരാൾ ബാക്കിലുണ്ട്. അപ്പം നമുക്കിങ്ങനെ സമാധാനമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ആ മഴയും കൂടി വന്നപ്പം അടിപൊളിയായിട്ടുണ്ട്, കളറായിട്ടുണ്ട്.
അപ്പൊ നമ്മൾ നെക്സ്റ്റ് സൈഡിലേക്ക് പോവാണ്. ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാം. പക്ഷെ ഒരുപാട് വെള്ളമൊന്നുമില്ല. ഇത്ര മഴ പെയ്തിട്ട് ഒരുപാട് വെള്ളം അങ്ങനെ കുത്തിയൊലിക്കുന്ന അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. എന്നാലും ആവശ്യത്തിന് വെള്ളം അങ്ങനെ കുറേശ്ശെ ഒഴുകുന്നുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഫോണിൽ എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആ ഒരു ഭംഗി കിട്ടുമോയെന്ന് അറിയില്ല. പക്ഷെ നേരിട്ട് കാണാൻ നല്ല പ്രത്യേക ഒരു വൈബാണ്. നല്ലൊരു മഴ നിന്നിട്ടില്ല. നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കാന്ന് തോന്നുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ കാണാനായിട്ട്. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആണ് തോന്നുന്നു. ഇപ്പോൾ കുറേശ്ശെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 11:30 സമയമൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേശ്ശെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മഴയൊക്കെ ഒന്ന് മാറി ഒന്ന് തെളിഞ്ഞിട്ടുള്ള സമയമാണ്. വല്ലാത്തൊരു വൈബാണ് കേട്ടോ. ഭയങ്കര ഒരു ഗുഡ് ഫീലാണ്. നിറച്ച് മരങ്ങളൊക്കെ ഉള്ള കാരണം ഒരു കാറ്റും ഒരു മഴയുള്ള ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ആയ കാരണം നല്ല ഭംഗിയുണ്ട്. അപ്പം ഈ ഒരു സമയത്തൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പം വരാത്തവരൊക്കെ തീർച്ചയായിട്ടും ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഇവിടുന്ന് കണ്ടോ നല്ലൊരു ഭംഗിയുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇതാണ് പാർക്ക്. നല്ല ഭംഗിയുണ്ട് ഇവിടുന്ന് കാണാൻ. ഈ ഫോണിൽ കൂടെ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ദൂരം ഇങ്ങനെ നടക്കാനൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളിതാ നടന്ന് ഇതുപോലൊരു പാലത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ പാലത്തിൻ്റെ മുകളിൽ കൂടെ കയറാനാണ് നമ്മൾ പോകണം കേട്ടോ. ഇതുപോലൊരു ഏരിയ നമ്മളോട്ട് എക്സ്പെക്ട് ചെയ്തില്ല. ശരിക്കും ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് വന്നൊരു ഫീൽ ഉണ്ട് കേട്ടോ. ഭയങ്കര ആ മഴ പെയ്തിട്ടുള്ള ഒരു സമയമായ കാരണം അങ്ങനെ ചീവിടിൻ്റെ സൗണ്ടും എന്തിൻ്റെയൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇങ്ങനൊരു സ്ഥലം നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്നോട് ചേർന്നിട്ടുള്ള ആ പാലും രസമായിട്ടുണ്ട്. നമുക്ക് പാലത്തിൻ്റെ മുകളിലൊന്ന് കയറി നോക്കട്ടെ. ഈ ഒരു സമയം അടിപൊളിയാണ് കേട്ടോ. ഈ മഴയത്ത് ഡാമിൽ എല്ലാവരും ഒന്ന് വന്ന് നോക്കണം. ഒരു പ്രത്യേക വൈബുണ്ട് ശരിക്കും. ഇതൊരു തൂക്കുപാലാണ് ഗൈസ്. ഇത് ആടുന്നൊക്കെ ഉണ്ട്, ഇളകുന്നൊക്കെ ഉണ്ട്. ആഹാ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ. ഇതൊരു നല്ല ഭംഗിയുള്ള സ്ഥലം. എനിക്ക് തോന്നുന്നു കുട്ടികളുടെ പാർക്കിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നല്ല വെള്ളം ഒഴുകണ സൗണ്ടൊക്കെ കേൾക്കാൻ കേട്ടോ. ആഹാ, അതിമനോഹരം. കമ്മ്യൂണിക്കേഷൻ ആവണം. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അത്. അതാ മുകളിൽ വേറെ ആളിരിക്കുന്നുണ്ട്. 2 മലയണ്ണന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അവരുടെ വാലൊക്കെ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഹായ്. അതാ മുകളിൽ വേറെ ആളിരിക്കുന്നുണ്ട്. ആ ചാടി. യെസ്, നമ്മളങ്ങനെ ചിൽഡ്രൻസ് പാർക്കിലേക്ക് കയറുകയാണ്. ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ അവർ വെട്ടി നിർത്തിയിട്ടുണ്ട്. വീണ്ടും മഴ തുടങ്ങി ഗൈസ്. ഇത് കുറേ ഉണ്ട് കേട്ടോ. അവിടെ അങ്ങനെ കുറേ നടക്കാനുണ്ട്, കുറേ കാണാനുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്കൊരിക്കലും വന്നത് വെറുതെ ആവില്ല, അല്ലെങ്കിൽ ബോറടിക്കില്ല. അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാനുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഫാമിലി ആയിട്ടായാലും ഫ്രണ്ട്സായിട്ടൊക്കെ ആയാലും നമുക്ക്, പ്രത്യേകിച്ച് ഈ മഴയുള്ള സമയമായതുകൊണ്ട് നല്ല പ്രത്യേക ഒരു ഫീലും വൈബൊക്കെയാണ് കേട്ടോ. രസമായിരുന്നു. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വന്നതെന്നുണ്ടെങ്കിലും നമുക്ക് നല്ലപോലെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. കുട്ടികളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്തായാലും ഇഷ്ടമാകും. കാരണം അവർക്ക് കളിക്കാനുള്ള പാർക്കിംഗ് ആയിരിക്കും. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ ഒരു പോണ്ട് ഉണ്ട് ഗൈസ്. പക്ഷെ ഇവിടെ മുന്നറിയിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ജലാശയത്തിൽ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. പക്ഷെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പോയി കാണാം.
ഇവിടെ നല്ല ഭംഗിയുള്ളൊരു പ്ലേസ് ഇരിക്കാനായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഇവിടെ ഭയങ്കര ക്ലീനാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് എല്ലാവരുടെയും ഒരു നോക്കുന്നുണ്ട്. അവിടെ എല്ലാവരുടെയും സെക്യൂരിറ്റീസും ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വല്ല വേസ്റ്റൊക്കെ ഇടുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട്. നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മുടെ വല്ല പ്ലാസ്റ്റിക് കവർ ഉണ്ടോ, നമ്മുടെ വെള്ളം കുപ്പി ഉണ്ടെങ്കിൽ തന്നെ അവരതും സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടാണ് നമ്മളകത്തേക്ക് കയറ്റി വിടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ക്ലീനൊക്കെ ആയിട്ടാണ് ഇവിടെ കിടക്കണേ. അടിപൊളിയാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. ജസ്റ്റ് നമ്മളിങ്ങനെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഭംഗി കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്. നമുക്ക് ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ വന്നിട്ട് നമുക്ക് ഇരിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. അപ്പം വരാത്തവരുണ്ടെങ്കിൽ വന്ന് കാണാൻ ആസ്വദിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. എൻ്റെ മൈക്കിൻ്റെ ചാർജ് ഓഫ് ആവാറായി. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വൈൻഡപ്പ് പറയണം. നമ്മൾ ഇവിടെ വന്നിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.